ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വെള്ളച്ചമ്മന്തിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇനി ദോശയ്ക്കും ഇഡ്ഡലിക്കും ഈ ഒരു ചമ്മന്തി മാത്രം മതി. അപ്പോൾ ഈ ഒരു വെള്ളച്ചമ്മന്തി തയ്യാറാക്കുമ്പോൾ ഇതിന് നല്ല രുചിയും നല്ല കുറുകിയ ചാറോടുകൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 2 പ്രധാന ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. രാവിലത്തെ തിരക്കിനിടയിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ചമ്മന്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്, ഒരു കറിവേപ്പില, 3-4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് വിളഞ്ഞ തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാതെ ഒരല്പം ഇളപ്പമായിട്ടുള്ള തേങ്ങ കിട്ടുമല്ലോ, അതായിരിക്കും നല്ലത് ചമ്മന്തിയൊക്കെ അരയ്ക്കാനായിട്ട്. അങ്ങനെ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക, എരിവില്ലാത്തതാണെങ്കിൽ ഒരു 3-4 ചേർത്ത് കൊടുക്കണം. ഇഞ്ചി ഞാനൊന്ന് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ചമ്മന്തിക്ക് നല്ല കൊഴുപ്പ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പൊട്ടുകടലയാണ്. ഈ ഒരു ചെറിയ തവിക്ക് ഒരു തവി പൊട്ടുകടലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ചമ്മന്തിക്ക് കൊഴുപ്പ് മാത്രം പോരല്ലോ, നല്ല രുചിയും വേണ്ടേ. എങ്കിൽ നല്ല രുചി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാഷ്യൂ നട്ട്സ്, നമ്മുടെ പറങ്ങണ്ടി ഉണ്ടല്ലോ, അതൊന്ന് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നല്ലതുപോലെ അരഞ്ഞു കിട്ടും. വെള്ളം നമ്മൾ മാറ്റിയിട്ട് ആ ഒരു കാഷ്യൂ നട്ട്സ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 10 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ആദ്യം ഒന്ന് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയും വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിൽ വെള്ളം ചേർത്തിട്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ വലിയ ജാർ എടുക്കുക കേട്ടോ. മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ ഈ ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കൈ വലിയ ജാറാണുള്ളതെങ്കിൽ അതിലേക്ക് ഇട്ട് തന്നെ ആദ്യം ചതച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ചെറിയ ജാറിലിട്ട് ആദ്യം ഒന്ന് ചതച്ചത് കൊണ്ടാണ് ഇപ്പോൾ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മളിനി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പച്ചവെള്ളം നിങ്ങൾ ഒഴിച്ച് കൊടുക്കല്ലേ. നല്ല ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ചെറിയ ചൂട് മതി കേട്ടോ, ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട. ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നല്ലതുപോലെ അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കല്ലേ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളച്ചമ്മന്തിയൊക്കെ അരച്ച് ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നൊന്നുമില്ല, അതിന് പകരമായിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, നല്ല കുറുകിയ ചാറോടുകൂടിയാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് വീണ്ടും കുറുകി കിട്ടും. അങ്ങനെ നമ്മുടെ ചമ്മന്തി നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചമ്മന്തി കേട്ടോ. ഇപ്പോൾ മനസ്സിലായോ നമ്മുടെ ഈ ഒരു ചമ്മന്തിയുടെ സീക്രട്ട് എന്താണെന്ന്? ഇനി നമുക്ക് അവസാനമായിട്ട് ഒന്ന് താളിച്ചൊഴിക്കണം, എങ്കിലേ നമ്മുടെ ചമ്മന്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു 3-4 കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചിട്ട് നമുക്കിത് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ള ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു താളിപ്പൂട് ഒഴിക്കുമ്പോഴാണ് ഈ ഒരു ചമ്മന്തിക്ക് നല്ല ഭംഗിയൊക്കെ വരുന്നത് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം. ഇനി നമുക്കിത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചമ്മന്തിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് രുചി കൂടാനും അതിൻ്റെ നല്ല കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സീക്രട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. രാവിലത്തെ തിരക്കിനിടയിൽ എങ്ങനെ ഉണ്ടാക്കണം, ഏതാണ് നല്ലതെന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. നാളെ തന്നെ ഉണ്ടാക്കണം. ഇന്ന് കാണുന്നവരാണെങ്കിൽ മറക്കാതെ നാളെ ഇത് ഉണ്ടാക്കി നോക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയോ ദോശയോ മസാല ദോശയോ എന്താണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്, അതിൻ്റെ കൂടെ എന്തായാലും ഒരു സാമ്പാർ കാണും. ഇനിയിപ്പോൾ ഈ ഒരു ചട്നിയും കൂടി ഉണ്ടാക്കി വെക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരാണെങ്കിൽ പോയി കാണുക, നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഇതുപോലെയുള്ള ഈസി റെസിപ്പികളുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.